എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ എന്ന് ഉറക്കെ പ്രഖ്യാപിച്ച വിശ്വാസത്തിൻ്റെ കിടാവിളക്ക്. മൈലാപ്പൂരിൻ്റെ മൺതരികളെ ചുംബിച്ച് ഭാരതമെന്ന ദാർശനിക രാജ്യത്തിന് നസ്രായന്റെ ചരിത്രമോതി തന്ന ക്രിസ്തു ശിഷ്യൻ മാർത്തോമാ ശ്ലീഹ. വിശക്കുന്നവന് അപ്പമായി, ദാഹിക്കുന്നവന് ജലമായി, മതത്തിനപ്പുറത്തെ മാനവികതയായി ക്രിസ്തു സ്നേഹം. ആ സ്നേഹധാരയ്ക്ക് മുമ്പിൽ നമോവാകം. അടൂരിൻ്റെ ഹൃദയഭൂമിയിലെ ആത്മീയ മന്ദിരം കണ്ണങ്കോട് സെയിൻറ് തോമസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ, മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ അടൂർ കടമ്പനാട് മിത്രാസനത്തിലെ അതിപുരാതന ദൈവാലയങ്ങളിലൊന്ന്. ആഗോള തീർത്ഥാടന കേന്ദ്രമായി പരിലസിക്കുന്ന ആയിരങ്ങളുടെ അഭയകേന്ദ്രം. കൊല്ലവർഷം 1112 മുമ്പ് തന്നെ ഇവിടെ യുവജന പ്രസ്ഥാനം സമാരംഭിച്ചു. 1965 MGM യുവജന പ്രസ്ഥാനം എന്ന പേരിൽ പുനഃസംഘടിപ്പിക്കപ്പെട്ടു. ആരാധനയുടെ ആത്മാനുഭവവും പഠനത്തിൻ്റെ പദവിന്യാസവും സേവനത്തിൻ്റെ സാക്ഷാത്കാരവുമായി ഇതാ ഇവിടെ ഒരു യുവജന സംഘം 60 ആണ്ടിൻ്റെ വജ്ര ശോഭയിൽ. പ്രസ്ഥാനത്തിൻ്റെ വഴികളിൽ മിഴിതെളിയിച്ച ഒട്ടനവധി ചുവടുവയ്പ്പുകൾ ഉണ്ടായെങ്കിലും ഓർമ്മയിൽ നിറഞ്ഞു നിൽക്കുന്നവയിൽ ചിലത് സൂചിപ്പിക്കട്ടെ. അറിവിൻ്റെയും ആനന്ദത്തിൻ്റെയും വാതായനങ്ങൾ കുഞ്ഞുങ്ങൾക്കായി തുറന്നിട്ട കുട്ടിത്രൽ, സൺഡേ സ്കൂൾ കുട്ടികൾ ആഹ്ലാദത്തോടെ പങ്കുചേർന്ന സംഗമം, പരിസരങ്ങൾ മോശമായതിൻ്റെ പേരിൽ അവസരങ്ങൾ നഷ്ടപ്പെടരുതെന്ന ലക്ഷ്യത്തോടെ വിദ്യാഭ്യാസത്തിനായി പകർന്നു നൽകിയ കൈത്താങ്ങലുകൾ, വിദ്യാദർശനം, പഠനോപകരണങ്ങളും സ്കോളർഷിപ്പുകളും നൂറുകണക്കിന് വിദ്യാർത്ഥികൾക്ക് വഴിവിളക്കായി മാറിയിട്ടുണ്ട്. പ്രപഞ്ചത്തിൻ്റെ കാര്യവിചാരകന്മാരായി നൽകി വരുന്ന വൃക്ഷത്തൈകളും പച്ചക്കറി വിത്തുകളും, പരിസ്ഥിതി ദിനങ്ങളിലെല്ലാം പ്രകൃതി സ്നേഹത്തിൻ്റെ പുതിയ താളുകൾ ഇവിടെ കുറിക്കുന്നു. ഇലയിൽ നൽകുന്ന ഭക്ഷണമല്ല, ഹൃദയത്തിൽ പൊതിഞ്ഞ കരുതലാണ് അടൂർ ഗവൺമെൻറ് ആശുപത്രിയിൽ മുടങ്ങാതെ നൽകി വരുന്ന സ്നേഹദാനം എന്ന ഈ അന്നദാനം. ഇടവക ജനങ്ങളിൽ നിന്നും പൊതിച്ചോറ് ശേഖരിച്ച് കാലങ്ങളായി നൽകി വരുന്ന കാരുണ്യം. ഓരോ താക്കോൽ ദാനത്തിലും ഏറ്റുവാങ്ങുന്നവരുടെ മിഴിനിറയ്ക്കുന്ന സ്വപ്ന വീടെന്ന ഭവനദാന പദ്ധതി. 6 വീടുകൾ ഈ യൂണിറ്റ് ഇതുവരെ നിർമ്മിച്ചു കഴിഞ്ഞു. പഴയ പുസ്തകങ്ങളും സാധനങ്ങളും ശേഖരിച്ചും ഭക്ഷണ സാധനങ്ങൾ വിപണനം ചെയ്തും സമ്മാന പദ്ധതികളിലൂടെ സമാഹരിച്ചതും സ്വപ്നങ്ങൾക്ക് തണൽ പകരാൻ തന്നെയായിരുന്നു. അടച്ചുറപ്പുള്ള വീട് ഇനി ഒരു സ്വപ്നമല്ല, യാഥാർത്ഥ്യമാണെന്ന് ഓരോ കാലത്തിലും ഓർമ്മിപ്പിക്കുകയാണ് ഞങ്ങൾ. കേവലം ഒരു കാര്യപരിപാടി എന്നതിനപ്പുറം ഈ യൂണിറ്റിന് ആത്മാഭിമാനം നൽകുന്ന പ്രവർത്തന പദങ്ങളിലെ പൊൻതൂവലാണ് സ്വപ്ന വീട്. യുവജന പ്രസ്ഥാനത്തിൽ നിന്ന് 10-12 ക്ലാസ്സുകളിൽ ഉന്നത വിജയം നേടുന്നവർക്ക് മെറിറ്റ് അവാർഡ്, സൺഡേ സ്കൂൾ കുട്ടികൾക്കായി സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ആർട്ട് ഓഫ് ഫ്രീഡം എന്ന ചിത്രരചനാ മത്സരവും റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് പ്രിയാമ്പിൾ എന്ന പേരിൽ ക്വിസ് മത്സരവും. യുവജന പ്രസ്ഥാനത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഓൾ കേരള ഡി ലെവൽ ബാഡ്മിൻ്റൺ ടൂർണമെൻറ്റ്, അഖില മലങ്കര ആരാധനാ സംഗീത മത്സരമായ സ്മൃതിലയം, ഓണം, ക്രിസ്തുമസ്, ഈസ്റ്റർ ദിനങ്ങളിലെ ആഘോഷങ്ങൾ അനാഥർക്കൊപ്പമാണ്. അനാഥാലയങ്ങൾ സന്ദർശിച്ച് ഭക്ഷണവും നൽകി വരുന്നു.
മലയാളം ഭാഷയിലേക്ക് ബൈബിളിൻ്റെ ആദ്യ പതിപ്പ് പുറത്തിറക്കിയ ചരിത്രപുരുഷൻ വേദരത്നം വന്ധ്യ കായംകുളം ഫിലിപ്പോസ് റമ്പാൻ്റെ സ്മരണാർത്ഥം പുറത്തിറക്കിയതായ വീഡിയോ സോങ് ജീവൻ്റെ എഴുത്താണി. ആത്മതപനത്തിൻ്റെ മഹോത്സവമായ വലിയ നോമ്പിൽ രോഗികളുടെ ഭവനങ്ങളിൽ പ്രാർത്ഥന ക്രമീകരിക്കുകയും 40-ാം വെള്ളി വിശുദ്ധ കുർബാന നൽകി വരുന്നുമുണ്ട്. ആരോഗ്യമാണ് സമ്പത്ത് എന്ന മുദ്രാവാക്യം മുൻനിർത്തി ഇടവക ജനങ്ങളുടെ ആരോഗ്യ പരിപാലനത്തിനായി ഹെൽത്ത് ക്ലബ് ആരംഭിക്കുകയും വിവിധ മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കുകയും ചെയ്തു വരുന്നു. മാരക രോഗങ്ങൾക്ക് മുമ്പിൽ പകച്ചു പോകുന്ന ചിലർക്കെങ്കിലും കൈത്താങ്ങാകാൻ കഴിയും വിധം ക്യാൻസർ കെയർ പോലുള്ള ചികിത്സാ സഹായ പദ്ധതികൾ. അറുപതാണ്ടുകൾക്ക് മുമ്പ് പ്രസ്ഥാനത്തിൻ്റെ വേരുകൾ മുളപ്പിച്ചവരെയും വെള്ളം നനച്ചവരെയും സ്നേഹപൂർവ്വം ഒരുമിച്ചുകൂട്ടി അവരുടെ നല്ല കാലങ്ങളെ ഓർത്തെടുത്തതിനെ ആവേശപൂർവ്വം ചേർത്ത് നിർത്തിയ സ്നേഹ സംഗമം. ചരിത്രം കേവലം കാര്യപരിപാടികളല്ല, അടയാളപ്പെടുത്തലുകൾ തന്നെയാണ്. ചിത്രങ്ങളോ പേരുകളോ കോറിയിടുന്നതിനപ്പുറം സുവിശേഷത്തിൻ്റെയും ക്ഷമയുടെയും സ്നേഹത്തിൻ്റെയും കിടാവിളക്കുകൾ തെളിയിക്കുകയാണ് ഞങ്ങൾ MGM യുവജന പ്രസ്ഥാനം. ക്രിസ്തു പകർന്ന ആത്മചൈതന്യത്തിൻ്റെയും മാർത്തോമാ നട്ട പൈതൃകത്തിൻ്റെയും സ്പന്ദനങ്ങൾ ഹൃദയത്തിൽ ചേർത്തു പിടിച്ചു നല്ല വാക്കൂതിയും നന്മകൾ വിതറിയും പിഴവുകളിൽ നിലത്തോളം തലത്താഴ്ത്തിയും ചുവടുവെപ്പുകൾക്കായി ഈ പ്രാകാരത്തിൻ്റെ തിരുനടകളെ ചുംബിച്ചു. ഇനിയും മുന്നോട്ട് MGM യുവജന പ്രസ്ഥാനം 60 ആണ്ടിൻ്റെ വജ്രശോഭയിൽ.